സീരിയൽസിൽ തന്നെ ഉള്ള ആൾക്കാരുടെ ഫേസസ് ആയിട്ട് എനിക്ക് സാദൃശ്യം വരുന്നുണ്ട്. ശരണ്യ ഇപ്പം ബിഗ് ബോസിലെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ശരണ്യ കുറച്ച് ഇപ്പൊ ബൾജിയാണ്, പക്ഷെ കാണുമ്പോ ചില സാദൃശ്യങ്ങളുണ്ട്. അല്ല അയ്യോ ഞാനത് അങ്ങനെ ബോഡി ഷേമിങ് പറഞ്ഞല്ലേ, ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ കറക്റ്റ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോ കറക്റ്റ് വണ്ണമൊക്കെ കുറഞ്ഞു. ഒന്നും പറയില്ല കേട്ടോ, എന്നെ കുഴപ്പിക്കല്ലേ. ശരണ്യ അങ്ങനെ പറഞ്ഞല്ല. അല്ല പിന്നെ വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ സാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞു? എന്റെ കുറെ ആൾക്കാർ കുറെ ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ അയ്യോ സ്വാസികയുടെ, അതായത് ഈ ഭാഗത്ത്, കാര്യം അത് ഈ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള പണ്ട് എനിക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് എല്ലാരും പറയുമായിരുന്നു സ്വാസികയാണ്. അതായത് മേക്കപ്പ് ഇല്ലാത്ത ഞാനല്ല, മേക്കപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ള ഞാൻ ഒരു സ്വാസികയുടെ ലുക്ക് പറഞ്ഞിട്ടുണ്ട്. റിനീഷ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവന്തിക ഏഷ്യനെറ്റിലൊക്കെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തിയുടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കില്ലേ അത് പറഞ്ഞ് നിങ്ങൾ ചിരിക്കില്ല, സായി പല്ലവിന്റെ അത് ആ സമയത്ത് എനിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ഇതൊന്നും വരില്ലല്ലേ, മുടി അടങ്ങി നിക്കുന്നില്ല. വേണ്ട അല്ല ഈ പറഞ്ഞ എനിക്ക് പക്ഷെ അവന്തികയായിട്ടുള്ളൊരു മാച്ചിങ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. കാര്യം എന്താ വെച്ചാല് അവന്തിക ഒരു കല്യാണ പെണ്ണായാലും ഇങ്ങനെ ഇരിക്കും ഒരുങ്ങി കഴിയുമ്പോ. കാര്യം ഇപ്പൊ കുറച്ച് തടിയൊക്കെ കുറച്ചു നല്ല സ്ലിം ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മള് ഈ അപ്പിയറൻസ് ഒക്കെ കാണുമ്പോഴേ എനിക്കൊരാള് പൊങ്കാലയിടല് പ്രേക്ഷകരോട് പറയാണ്, അസിന്റെ ചെറിയൊരു ചായ ഏതാണെന്നറിയാവോ സിനിമ? മാമ്പഴം മറ്റേ ആ പാട്ട് സീനില് ഇടുന്ന ധാവണിയൊക്കെ ഇട്ടുണ്ട് അസിനെ ഓർമ്മ വരുന്നു. ഷേക്കണ്ട അല്ല ഞാൻ സീരിയസ്ലി പറഞ്ഞു. അല്ല ഫേസ് കട്ട് ഞാൻ പറഞ്ഞു, പലരുടെയും ഫേസ് കട്ട് ഉണ്ടെന്നുള്ളത് പറഞ്ഞു. ഈ ഫേസ് കട്ട് ഇങ്ങനെ വരുന്നത് ചിലപ്പോൾ ചില സീരിയൽസിലും സിനിമയിലൊക്കെ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. കാര്യം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളെ പോലെ ഉണ്ട് എന്ന് പറയുന്നതേ ഇഷ്ടമല്ല. കാരണം എനിക്ക് ഞാനായിട്ട് നിൽക്കാനാണ് താല്പര്യം. അപ്പം എന്തോ അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക്. അല്ല അത് നമ്മള് മറ്റുള്ള ആളുടെ പേരിൽ അറിയപ്പെടാൻ നമുക്ക് താല്പര്യമില്ല. നമ്മുടെ ഐഡന്റിറ്റി തന്നെയാണ് തീർച്ചയായിട്ടും. നമ്മളിപ്പം ഡബ് ചെയ്താൽ മൊത്തം ചിരിയായിരിക്കും വരുന്നത്. അല്ല എനിക്ക് ഡബ് ചെയ്യാനൊന്നും അറിയില്ല. അതല്ല അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, എനിക്ക് എന്തോ എനിക്ക് ചിലപ്പോൾ അത് എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. എനിക്കൊരു കോംപ്ലക്സ് ഉണ്ട്, എന്നെ അങ്ങനെ വേറൊരാളുടെ ഫേസ് അങ്ങനെ അതുപോലെ ഉണ്ടെന്ന് എനിക്ക് പറയുന്നതേ ഇഷ്ടമല്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു ക്യാരക്ടർ ഒരു ഇപ്പൊ റിനീഷ ഫോർ എക്സാമ്പിൾ, ആ കുട്ടി ഇരിക്കുന്നത് അപ്പൊ കുറച്ചും കൂടെ എന്നാ പിന്നെ ആ കൊച്ചിനെ നമുക്ക് പ്രിഫർ ചെയ്യാം. ഓപ്ഷൻസ് പോവും, ചോയ്സസ് പോവും. അപ്പൊ ആ ഒരു സാധനവും എനിക്ക് മറ്റുള്ളവരുടെ പേരിൽ അറിയപ്പെടുന്നത് നമുക്ക് അതൊട്ടും താല്പര്യമുള്ള കാര്യമല്ല. പക്ഷെ എങ്കിൽ പോലും ചില സാഹചര്യങ്ങളെ കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ അല്ലേ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസിലൊക്കെ ഇരിക്കുമ്പോൾ പറയാൻ പറ്റും. ഗെയിം സെക്ഷനിലേക്ക് വരുവാണ്. നമ്മളിപ്പോൾ ലൊക്കേഷനിൽ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജാസ്മിന്റെ കല്യാണമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ കല്യാണം എത്ര കണ്ടു. അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം, കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ സമ്മാനമുണ്ട്. ടങ് ട്വിസ്റ്റർ ആണ്. ഞാനിത് അനുവിനെ കൊണ്ട് പറയിക്കാൻ നോക്കി, അനു പറഞ്ഞില്ല. ഞാൻ ഈ ഒരു ഇന്റർവ്യൂലൂടെ ഞാൻ ചോദിക്കുള്ളൂ, അനുമോളൂ ഈ ഒരു ഇന്റർവ്യൂലൂടെ ഞാൻ അത് ചോദിക്കുള്ളൂ. ഞാൻ ഈ ചോദ്യം ഞാൻ ഇനി നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ ചോദിക്കില്ല, പ്രേക്ഷകർ ക്ഷമിക്കും. ടങ് ട്വിസ്റ്റർ ആണ്, പെട്ടെന്ന് പറയണം. അന്തിക്ക് ടങ് ട്വിസ്റ്റർ ആണ്. അന്തിക്ക് പറ. കുണ്ടിതപ്പെട്ട കുന്തിദേവി കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തിദേവിയുടെ കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പറ. അത് ഫുള്ളായിട്ട് പറയും, എനിക്ക് അത് കിട്ടിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. അല്ല ഫുള്ളായിട്ട് നിങ്ങൾ കുണ്ടിതപ്പെട്ട കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പറ. അങ്ങനെ തന്നെയാണോ ഇത്? അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ പോരട്ടെ. കുണ്ടിതപ്പെട്ട
കുണ്ഠിതപ്പെട്ട കുന്തി ദേവിയുടെ ദേവിയുടെ കിണ്ടികളിൽ 2 പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? അതെ. കിണ്ടികളിൽ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഉരുണ്ട് കുണ്ടിൽ വീണു. അടിപൊളി പറഞ്ഞു നോക്കാം. ഭയങ്കര നിങ്ങളിപ്പോ പറഞ്ഞ സൂപ്പർ സ്പീഡിൽ തന്നെ ആയിട്ടുണ്ട്. പറയാം. അടിപൊളി പറഞ്ഞു നോക്കട്ടെ. സ്പീഡ് കുറച്ച് പറഞ്ഞാൽ നോക്കട്ടെ. എനിക്കത് സെന്റൻസ് കിട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം. അന്തിക്ക് കുണ്ഠിതപ്പെട്ട കുന്തി ദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി. അന്തിക്ക് കുണ്ഠിതപ്പെട്ട കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കുണ്ഠിതപ്പെട്ട കുന്തി ദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുണ്ഠിതപ്പെട്ട കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കുണ്ഠിതപ്പെട്ട കുന്തി ദേവിയുടെ ഒരു കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ സ്റ്റേജിൽ ചോദിക്കുമ്പോൾ ആരും പറയാറില്ല. 5000 ആണ് ഞാനത് എല്ലാ സ്റ്റേജുകളിലും പറയാറില്ല, ആരും പറയാറില്ല. പക്ഷെ പറഞ്ഞു നമ്മുടെ എന്തായാലും നമ്മുടെ ജാസ്മിൻ പറഞ്ഞു കഥാപാത്രം തന്നെ പോട്ടെ അല്ലേ, പേര് അങ്ങനെ തന്നെ പോട്ടെ. എല്ലാവരും കുറച്ചും കൂടെ ഒക്കെ കാര്യം ഇപ്പം 6:30 മണിക്കാവുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് റേറ്റിംഗ് കുറവാണ്. പക്ഷെ ഞാൻ നോക്കിയിട്ട് 300 എപ്പിസോഡ് പോകുന്ന റേറ്റിംഗ് കുറവുള്ള സീരിയൽ ഒരിക്കലും 300 എപ്പിസോഡ് പോകത്തില്ല. ഈ അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാറുള്ളത്? റേറ്റിംഗ് അത് ഫ്ലക്ച്വേറ്റഡ് ആവും. ഞങ്ങളുടെ 7 മണിക്ക് ഉണ്ടായിരുന്നപ്പം സീരിയൽ 3 പോയിന്റ് സംതിങ് ഒക്കെ വന്ന് കയറിയതാണ്. അത്രയും നല്ല എന്താ പറയാ, ഒന്നാമത്തെ കേസ് ടൈം മാറുമ്പം തന്നെ ഇപ്പം വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരല്ലേ ഇത് കാണുക. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സന്ധ്യക്ക് ഒരു 6:30-ക്കൊക്കെ അവർ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും, പരിപാടിയൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നവരായിരിക്കും. അപ്പോൾ അവരങ്ങനെ ഇരിക്കണം എന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മുടെ റേറ്റിംഗ് കുറയണത്. പക്ഷേ സ്റ്റോറി വൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് എല്ലാം കൊണ്ട് നമ്മളെ സീരിയൽ അത്യാവശ്യം നല്ലപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സീരിയലാണ്. അപ്പം എന്താ പറയുക, റേറ്റിംഗ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ റേറ്റിംഗ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും കാണാൻ കമന്റ്സ് ഇടാറുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളിത് എടുത്തപ്പോഴേ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫോളോ അപ്പ് ചെയ്തൊരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതന്നെ. ചാനലിൽ വിളിച്ചപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഇപ്പം റേറ്റിംഗ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത് നമ്മളെ കോംപ്ലിമെന്ററി ആണ് ഞാൻ പറഞ്ഞത്. ഒരു 300 എപ്പിസോഡ് എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. ഡൗൺ ആയെങ്കിൽ 150 എപ്പിസോഡ് നമ്മൾ ക്ലോസ് ചെയ്യും. 300ാമത്തെ എപ്പിസോഡ് ആഘോഷം കഴിഞ്ഞു. ചാനലിനും എല്ലാവർക്കും നമ്മളിൽ ഒരു വിശ്വാസമുണ്ട് പാർവതി എന്ന് പറയുന്ന സീരിയലില്. അപ്പം അതുകൊണ്ടാണ് അവര് എന്താ പറയാ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പൊക്കോന്ന് നമ്മളോട് പറയാത്തത്. അപ്പം അതൊരു നല്ല കാര്യമാണ്. കോംപ്ലിമെന്റ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശങ്ങൾ എന്നുള്ളത് അമൃതയ്ക്ക് മനസ്സിലാക്കണം. അതുപോലെ അമൃതയുടെ നേച്ചർ അനുസരിച്ച് അമൃതയ്ക്ക് പറ്റിയ ഒരു ഷോ ഉണ്ട്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാ? സ്റ്റാർ മാജിക് ആണോ? സ്റ്റാർ മാജിക് ഒന്നുമല്ല, അതിനകത്ത് ഓൾറെഡി പോവാം. ഒരു റിയാലിറ്റി ഷോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് തന്നെ പയ്യെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ സീരിയസ്ലി പറഞ്ഞാണ്, നിങ്ങളെപ്പോലുള്ള കണ്ടസ്റ്റന്റ് അതിനകത്ത് പോയി കഴിയുമ്പോൾ ഈ പേരുള്ള ഒരാളാണ് അതിനകത്തുണ്ട്. ഇപ്പൊ ഈ ക്യാരക്ടറിന്റെ പേരുള്ള ഒരാൾ അതിനകത്തുണ്ട്. പുള്ളിക്കാരിക്ക് ഇപ്പം ഓപ്പോസിഷൻ ആയിരുന്നെല്ലാം കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക. കാണാറുണ്ടോ അത്? അതിൽ വിളി വന്നിട്ടുണ്ടോ? ഒരു സീസണിൽ പോലും വന്നിട്ടില്ല. ഇനി വിളി വന്നാൽ 7ാം സീസണിൽ വന്നാൽ പോകാൻ താല്പര്യമുണ്ടോ? വാതറൊക്കെ കൂട്ടി കറന്റ്ലി എനിക്ക് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ല. ഫ്യൂച്ചറിൽ ഇനിയിപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് ബിഗ് ബോസിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ അതും അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ബിഗ് ബോസിനെ പറ്റി പല നെഗറ്റീവ്സും പല പോസിറ്റീവ്സും കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ റിയാലിറ്റി ഷോയില് നെഗറ്റീവ് കേട്ടിട്ടുള്ളത് ഒന്നുകിൽ ബിഗ് ബോസിൽ എന്റെ അമ്മേ ഇതൊക്കെ പറഞ്ഞു അല്ല ഞാൻ കേട്ടിട്ടുള്ളത് പറയാം. ഒന്നുകിലും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എന്താ പേരോടുകൂടി പുറത്തു വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നല്ല ചീത്തപ്പേരോടുകൂടി പുറത്തു വരാം എന്നുള്ളൊരു സ്കീമാണ്. അപ്പം എനിക്കറിയില്ല ഇതിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏത് പേരില്ല വരാന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സാധനത്തിനോടൊന്നും എനിക്കൊരു